ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വചനം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം യേശു ക്രിസ്തുവും നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനുമായിട്ടുള്ള സംഭാഷണ ശകലങ്ങളാണ്. നിക്കോദിമോസ് അവിടെ ഉണ്ടായിരുന്ന ഇസ്രയേലിലെ പരീശന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രമാണിയാണ്. അദ്ദേഹത്തിന്റെ ചില ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അദ്ദേഹം ഒരു പരീശനാണ്. പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം വേർപെട്ടവൻ എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ സമയത്ത് പരീശന്മാരെ പോലെ വിവിധ നിലകളിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ഗ്രൂപ്പുകാർ ഉണ്ടായിരുന്നു. പരീശന്മാർ, ശാസ്ത്രിമാർ, സദൂക്യർ, ഹേരോദ്യർ, എരിവുകാർ, ഇങ്ങനെയുള്ള പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തരും ഓരോ പ്രത്യേക ദൗത്യം ചുമലിലേറ്റ ആളുകളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിക്കോദിമോസ് അദ്ദേഹം ഒരു പരീശനാണ്. രണ്ടാമത്, അദ്ദേഹം പരീശന്മാരുടെ ഒരു പ്രമാണി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഒരു ലീഡറായിരുന്നു, റൂളറായിരുന്നു. അവരുടെ സിനഗോഗുകളിൽ സംസാരിക്കുന്ന ഒരു ആളായിരുന്നു. മൂന്നാമത്, നാം അതിന്റെ 10-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? അപ്പോൾ നിക്കോദിമോസ് ഒരു ഉപദേഷ്ടാവായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് യേശു കർത്താവ് പറയുകയാണ്, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. ഈ പുതിയതായി ജനിക്കുക എന്ന പദം നിക്കോദിമോസിനെ സംബന്ധിച്ചിടത്തോളം അത് അരോചകത്വം നിറഞ്ഞ ഒരു പദമാണ്. തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ളൊരു പദമാണ്. തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമുള്ളൊരു പദമാണ് പുതിയതായി ജനിക്കുക. അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ഇനി ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. 4-ാമത്തെ വചനം. അദ്ദേഹം ഒരു വയസ്സനായിരുന്നു. അതുകൊണ്ടാണ് വൃദ്ധനായ ശേഷം വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ? വീണ്ടും ജനിക്കുക, പുതിയതായി ജനിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് 3 പ്രാവശ്യം ആ പദം ആവർത്തിക്കുന്നുണ്ട്. 3-ാമത്തെ വചനത്തിലും 5-ാമത്തെ വചനത്തിലും 7-ാമത്തെ വചനത്തിലും കർത്താവ് ആവർത്തിക്കുകയാണ്, പുതിയതായി ജനിക്കണം. കർത്താവ് അതിനെ വിശദീകരിക്കുന്ന ഇങ്ങനെയാണ്: ജഡത്തിൽ ജനിച്ചത് ജഡമാണ്. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ജഡമായി ജനിച്ചവരാണ്. എന്നാൽ ജഡമായി ജനിച്ച ജഡം ജഡമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനാൽ ജനിക്കേണ്ടിയിരിക്കുന്നു. നാം ആത്മാവിൽ ഒന്ന് ജനിക്കണം. എന്താണ് പറയുന്നതിനർത്ഥം? ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് തന്നെ ഇപ്രകാരം അവിടെ പറയുകയുണ്ടായി, ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവിനാൽ ജനിക്കണം. നമുക്കൊക്കെയും ഒരു ആത്മാവുണ്ട്, മനുഷ്യാത്മാവ്. കർത്താവ് തന്നെ പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയത് മനുഷ്യന്റെ ആത്മാവാണ്. ആ ആത്മാവാണ് നമുക്ക് രക്ഷയിലേക്ക് നാം നയിക്കേണ്ടത്. കർത്താവ് മരിച്ചത് ആ ആത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യാത്മാവ്, ആ ആത്മാവിന്റെ നിത്യരക്ഷ, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. നിക്കോദിമോസിനോട് പറയുകയാണ്, നീ പുതിയതായി ജനിക്കണമെന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്റെ ആത്മാവ് ഒരു പുതിയ അനുഭവത്തിലേക്ക് വരണം. അതായത് യേശു കർത്താവിൽ വിശ്വസിക്കണം, വീണ്ടും ജനിക്കണം. നമ്മൾ ജനിച്ചത് ഒരു ജനനമാണ്, എന്നാൽ ആത്മാവിൽ ജനിക്കുക, നമ്മുടെ ആത്മാവ് വീണ്ടും ഒന്നുകൂടെ ജനിക്കുക. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സംവാദിക്കുമ്പോൾ നാം പുതിയതായി ജനിക്കാനിടയാകും തീരും. ചുരുക്കത്തിൽ ഇപ്രകാരം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം നമ്മുടെ ഓരോരുത്തരെയും പുതുജനനത്തിന് വേണ്ടിയായിരുന്നു. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമുക്കൊരു പുതുജന്മം നൽകാൻ വേണ്ടിയാണ്, വീണ്ടും ജന്മം നൽകാൻ വേണ്ടിയാണ്. ആ വീണ്ടും ജന്മം എങ്ങനെ സംഭവിക്കും? കർത്താവ് തന്നെ 5-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും, ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കണം. ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുകയും തൽഫലമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ
പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമുണ്ടാകുകയും യേശു കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് വീണ്ടും ജനനത്തിന്റെ പടി എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കുക. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം എൻ്റെ പേർക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ വ്യക്തിപരമായി സമ്മതിച്ചാൽ പുതിയതായി ഞാൻ ജനിക്കും. പ്രിയ സഹോദര സഹോദരി, താങ്കൾ അങ്ങനെ വിശ്വസിച്ചാൽ താങ്കൾ ഒരു പുതിയ ജനനം ഉണ്ടാകും. യേശുവിനോട് വ്യക്തിപരമായൊരു ബന്ധമുണ്ടാകും. യേശുവുമായിട്ട് പേഴ്സണലി എൻകൗണ്ടർ ഉണ്ടാകും. അതാണ് വീണ്ടും ജനനം. രോഗം സൗഖ്യമാകുന്നതല്ല, നമുക്ക് സ്വപ്നത്തിലുണ്ടാകുന്ന വെളിപ്പാടല്ല, പിന്നെയോ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കുക. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയായിരുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആ കാര്യം വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് പുതിയതായി ജനിക്കുക. അങ്ങനെ ജനിക്കാത്ത ഒരൊറ്റൊരാളും സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധിപ്പിക്കുവാൻ ഏറ്റവും എളുപ്പവും ഒരേ ഒരു മാർഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലി എൻ്റെ പേർക്ക് വേണ്ടിയായിരുന്നു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും ആ കാര്യം വായ്കൊണ്ട് ഏറ്റുപറയുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കർത്താവിനെ രക്ഷിതാവായി പുതിയതായി ജനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാൻ എൻ്റെ കേൾവിക്കാരായ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഇതുവരെയും കർത്താവുമായിട്ട് അങ്ങനെ വ്യക്തിപരമായ ബന്ധം വന്നിട്ടില്ലാത്തവർ അങ്ങനെ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിയോണ്ട് സ്തോത്രം. കർത്താവിനെ അംഗീകരിക്കാത്തവർ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഇടയാക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലുള്ള നാമത്തിൽ തന്നെ, ആമേൻ.